ദൈവത്തിന് സ്തോത്രം. വളരെ മനോഹരമായി നല്ലൊരു ദിവസം കൂടി ദൈവം നമുക്ക് തന്നിരിക്കുകയാണ്. നല്ലവനായ ദൈവം ഈ ശുശ്രൂഷ ചെയ്യുവാൻ ആയുസ്സും ആരോഗ്യവും എല്ലാം അനുകൂലമാക്കി തന്നതിന് എൻ്റെ ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു. ഈ ഭൂമിയിൽ നിന്ന് പണ്ടേ മാറ്റപ്പെട്ടു പോകേണ്ടവനായിരുന്നു എങ്കിലും ദൈവത്തിന് എന്നെ ആവശ്യമുള്ളതുകൊണ്ട് അവൻ എനിക്ക് ആയുസ്സും ആരോഗ്യവും നീട്ടിത്തന്നു. ദൈവനാമ മഹത്വത്തിനായിട്ട് ഞാൻ തീരുമെന്നുള്ള ദൈവത്തിൻ്റെ വലിയ പ്രതീക്ഷ എങ്ങനെയും നിറവേറ്റണമെന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം. ഈ മഹാഭാഗ്യം ദൈവത്തിൻ്റെ വിളി കേൾക്കുവാനും ആ വിളിക്ക് കീഴ്പ്പെടുവാനും ജീവിതത്തെ ശോധന ചെയ്ത് നോക്കുവാനും ദൈവകൃപയിൽ ആശ്രയിച്ച് ശുദ്ധീകരണം പ്രാപിക്കുവാനും ഈ കാലമൊക്കെയും ക്ഷമയോടെ ദൈവം എന്നെ നടത്തിയത് ഞാൻ നന്ദിയോടെ ഓർക്കുന്നു. സംഭവബഹുലമായ കഴിഞ്ഞകാല ജീവിതം നോക്കുമ്പോൾ നന്ദി നിറഞ്ഞ ഹൃദയത്തോടല്ലാതെ എനിക്ക് ആ കാര്യങ്ങളൊന്നും ഓർക്കാൻ കഴിയുകയില്ല. എന്നെ ഒരു സാധ്യതയുമില്ലാത്ത എന്നെ ഈ വിശുദ്ധമായ വഴിയിലേക്ക് ദൈവം കൂട്ടിക്കൊണ്ടുവന്നു. നിത്യമായ സൗഭാഗ്യത്തിലേക്ക് ദൈവം എന്നെ കൂട്ടിക്കൊണ്ടുവന്നു. ഭൂമിയിൽ ജീവിക്കുമ്പോൾ തന്നെ സമാധാനമുള്ളൊരു ജീവിതമുണ്ടെന്നൊന്നും ഞാൻ അറിഞ്ഞിരുന്നവനല്ല. എന്നാൽ സമാധാനമുണ്ടെന്ന ജീവിതം മാത്രമല്ല, എൻ്റെ കഴിഞ്ഞകാല പാപങ്ങളും ബന്ധനങ്ങളും എല്ലാം അഴിച്ചു തന്ന ആ നല്ല ദൈവത്തോട് എത്രമാത്രം നന്ദി കാണിക്കണമെന്നുള്ളത് ഇന്നും എനിക്ക് അത് വേണ്ട രീതി മനസ്സിലാക്കിയിട്ടില്ല. എന്നാൽ ഒരു കാര്യം, കർത്താവേ, നീ ആഗ്രഹിക്കുന്ന പോലെ ഈ ഭൂമിയിലെ ജീവിതം നിന്നോടുകൂടി കഴിയാൻ എനിക്ക് ആഗ്രഹം, കൊതിയുണ്ട്. അത് നിൻ്റെ ആത്മാവിനെ എൻ്റെ മേൽ പകരണേ എന്നുള്ള പ്രാർത്ഥനയോടെ ആണ് ജീവിക്കുന്നത്. ഇന്നത്തെ അല്പനേരത്തെ ചിന്തയ്ക്കായിട്ട് യോവേൽ പ്രവചനം 1-ാം അധ്യായത്തിൻ്റെ 12-ാമത്തെ വാക്യം. മുന്തിരിവള്ളി വാടി, അത്തിവൃക്ഷം ഉണങ്ങി, മാതളം, ഈന്തപ്പന, നാരകം മുതലായി പറമ്പിലെ സകല വൃക്ഷങ്ങളും ഉണങ്ങിപ്പോയിരിക്കുന്നു. ആനന്ദം മനുഷ്യരെ വിട്ട് മാഞ്ഞുപോയല്ലോ. ആനന്ദം മനുഷ്യനെ വിട്ട് മാഞ്ഞുപോയല്ലോ. പ്രിയപ്പെട്ടവരെ, എല്ലാ മനുഷ്യനും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് സന്തോഷവും സമാധാനവും സമ്പൽ സമൃദ്ധിയുമുള്ള ഈ ഭൂമിയിലെ ജീവിതം. ദൈവം അത് മനുഷ്യന് കൊടുക്കാൻ വലിയ താല്പര്യത്തോടെ നിൽക്കുകയാണ്. പക്ഷെ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, ലോകത്തിലെ എന്തെല്ലാം സമൃദ്ധികൾ നമ്മൾ നേടിയെടുത്താലും ഈ സമാധാനമോ ആനന്ദമോ സ്ഥിരമായിരിക്കുകയില്ല. ഈ ഭൂമിയിലെ എല്ലാ കാര്യവും അല്പനേരത്തേക്കൊരു സന്തോഷം ലഭിക്കുന്നുണ്ടെങ്കിലും അതൊന്നും ശാശ്വതമായി നിലനിൽക്കുന്നതല്ല. അവിടെയാണ് പിശാച് ഏറ്റവും അധികം അധ്വാനിക്കുന്നത്. മനുഷ്യന് സന്തോഷം കൊടുക്കുന്ന നൈമിഷിക സന്തോഷമാണെങ്കിലും അത് കൊടുക്കുന്ന ഒരു വലിയ പിശാചിൻ്റെ തന്ത്രമാണ് മനുഷ്യനിൽ അവൻ പ്രവർത്തിക്കുന്നത്. ദൈവം അവന് കൊടുത്തിരിക്കുന്ന സന്തോഷവും സമാധാനവും എത്രയും വേഗം അവൻ്റെ ഉള്ളിൽ നിന്ന് മാറ്റിക്കളഞ്ഞിട്ട് അവനെ നൈമിഷികമായ സുഖത്തിന് വേണ്ടി ക്രേവ് ചെയ്യുന്ന, അതിദാഹത്തോടെ ഓടി നടക്കുന്ന ഒരു അനുഭവമാണ് പിശാച് മനുഷ്യനിൽ കുത്തിവെക്കുന്നത്. പാവം മനുഷ്യൻ ഈ വലിയ സത്യമൊന്നും അറിയാതെ, കർത്താവായ യേശുക്രിസ്തു തന്നെ പറഞ്ഞിട്ടുണ്ട്, ഈ വെള്ളം കുടിക്കുന്നതിനെല്ലാം വീണ്ടും വീണ്ടും ദാഹിക്കും. ആ ദാഹം ഈ ഭൂമിയിലെ സമാധാനവും സന്തോഷവും ആർജിക്കാനുള്ള വലിയൊരു ദാഹം മനുഷ്യനിലേക്ക് പിശാച് കുത്തിവെക്കുന്നു. അവൻ അതിൻ്റെ അടിമനുഖത്തിൽ കഴിയുകയും ചെയ്യുന്നു. സന്തോഷമാണ് മനുഷ്യന് വേണ്ടത്, സമാധാനമാണ് മനുഷ്യന് വേണ്ടത്. എന്നാൽ ദൈവം കൊടുക്കുന്ന സന്തോഷം എന്താണ്, ദൈവം കൊടുക്കുന്ന സമാധാനം എന്താണെന്നുള്ളത് അധികം പേരും തിരിച്ചറിയുന്നില്ല. നാം ഇവിടെ വായിക്കുന്നു, ഇസ്രായേൽ ജനം ദൈവത്തിൻ്റെ ജനമാണ്, ദൈവം കണ്ട ജനമാണ്, ദൈവം സ്നേഹിച്ച ജനമാണ്, ദൈവം തൻ്റെ നിക്ഷേപമായി കണ്ട ജനമാണ്. ലോകത്തിൻ്റെ നടുവിൽ ദൈവം അനുഗ്രഹിച്ച ഒരു ജനമെന്നും ദൈവം കൂടെ വസിക്കുന്ന ഒരു ജനമെന്നും ദൈവത്തിൻ്റെ സൗഭാഗ്യവും സമാധാനമുള്ള ഒരു വലിയ ജനമായി ലോകത്തിന് മുമ്പിൽ കാണിക്കാൻ ദൈവം തിരഞ്ഞെടുത്ത ജനമാണ് ഇസ്രായേൽ ജനം. എന്നാൽ യോവേൽ പ്രവചനത്തിലേക്ക്, ആ കാലഘട്ടത്തിലേക്ക് വരുമ്പോൾ പ്രവാചകൻ ആത്മാവിൽ പറയുന്ന ഒരു കാര്യമാണ്, ഇതാ ആനന്ദം മനുഷ്യനെ വിട്ടുമാഞ്ഞു പോയല്ലോ. ദൈവം കൊടുത്ത സമാധാനവും ദൈവം കൊടുത്ത സന്തോഷവും ദൈവത്തിലുള്ള ഉല്ലാസവും ദൈവത്തിലുള്ള ആനന്ദവും മനുഷ്യനെ വിട്ടുമാറിയിരിക്കുന്നു. മനുഷ്യൻ്റെ ചിന്താഗതികൾ ലോകത്തിലേക്കും ലോകത്തിൻ്റെ സമൃദ്ധിയിലേക്കും ലോകത്തിൻ്റെ സുഖസൗകര്യങ്ങളിലേക്കും
അവൻ പെട്ടെന്ന് മാറിപ്പോകുന്നു. നമുക്ക് ഏദൻ തോട്ടത്തിൽ തന്നെ അറിയാം എത്ര പെട്ടെന്നാണ് സൗഭാഗ്യകരമായ ദൈവത്തോടു കൂടിയുള്ള ഒരു ജീവിതം നഷ്ടമാക്കി കളഞ്ഞത്. നിമിഷ നേരം കൊണ്ട് അവിടെ ചിന്താഗതി മാറി, കാഴ്ചപ്പാട് മാറി, അവൾ സാത്താൻ്റെ അടിമനുഖത്തിലേക്ക് പോയി. ഇന്നും ലോകത്തിൽ കാണുന്നത് തന്നെയാണ്. ദൈവത്തിൻ്റെ വചനവും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവും ദൈവത്തിൻ്റെ രക്തത്താലുള്ള പാപമോചനവും മനുഷ്യൻ അനുഭവിക്കുന്നതാണ് ഏറ്റവും വലിയ സമാധാനം. ഇനി ഒന്നുകൂടെ കൃത്യമായിട്ട് പറഞ്ഞാൽ, ജീവനുള്ള ദൈവം, മനുഷ്യനെ മനസ്സിലാകാത്ത ദൈവം, മനുഷ്യനെ അദൃശ്യനായ ദൈവം, അതിപരിശുദ്ധനായ ദൈവം മനുഷ്യൻ്റെ ഹൃദയത്തിലേക്ക് കടന്നു വന്ന് അവൻ്റെ കൂടെ ജീവിക്കുമെന്നുള്ള വലിയ പരമസത്യം ഇന്ന് അനേകർക്കും മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. കർത്താവായ യേശു ക്രിസ്തു മരിച്ച് ഉയർത്തെഴുന്നേറ്റ് ജീവനുള്ള ദൈവത്തിൻ്റെ വലതുഭാഗത്ത് ഇരിക്കുന്നു എന്നതിൽ കവിഞ്ഞ് ആ ദൈവം അവിടെ ഇരിക്കും എന്നുള്ളതല്ലാതെ ഹൃദയത്തിലേക്ക് സ്വീകരിക്കാൻ അധികം പേർക്കും സാധിക്കുന്നില്ല. അവർ ഈ ലോകത്തിൻ്റെ തന്ത്രപ്പാടിൽ പലതും വെട്ടിപ്പിടിക്കാനുള്ള ആ വലിയ അധ്വാനത്തിനകത്ത് ലോകത്തിൻ്റെ ഉന്നതിക്ക് വേണ്ടി, സമ്പൽ സമൃദ്ധിക്ക് വേണ്ടി അവരുടെ സമയം മുഴുവൻ അധ്വാനിച്ച് അവർ മരണക്കിടക്കയിലേക്ക് മാറിപ്പോകുന്നു. എന്നാൽ പ്രിയപ്പെട്ടവരെ, അവിടെ മരണക്കിടക്കയിൽ ചെല്ലുമ്പോഴാണ് നമ്മൾ അറിയുന്നത്, ഈ എൻ്റെ ആയുസ് ഞാൻ പാഴാക്കി കളഞ്ഞല്ലോ, എൻ്റെ ആയുസ് ഞാൻ ലോകത്തിനു വേണ്ടി കളഞ്ഞല്ലോ, സാത്താൻ്റെ അടിമപ്പാടിൽ ഞാൻ ജീവിച്ചു പോയല്ലോ, എൻ്റെ ദൈവത്തെ ഞാൻ മാനിച്ചില്ലല്ലോ, പിതാവായ ദൈവം പുത്രനെ ഭൂമിയിലേക്ക് അയച്ച് മനുഷ്യരാശിക്ക് കൊടുക്കാൻ ആഗ്രഹിച്ച ആ വലിയ സന്തോഷവും സമാധാനവും ഞാൻ നഷ്ടപ്പെടുത്തി കളഞ്ഞു പോയല്ലോ, അന്ധകാരത്തിലേക്ക് ഞാൻ പോവുകയാണല്ലോ, എന്നെ ചങ്ങലയിട്ടുകൊണ്ട് പിശാച് പോവുകയാണല്ലോ എന്നുള്ള പരമസത്യം ആ സമയത്ത് മനസ്സിലായാൽ എന്ത് പ്രയോജനം? എൻ്റെ പ്രിയപ്പെട്ടവരെ, ദൈവം അതുകൊണ്ടാണ് പറയുന്നത്, മനുഷ്യൻ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ ദൈവത്തിൻ്റെ വചനം കേട്ട് സത്യം മനസ്സിലായാൽ ആ വലിയ പിശാചിൻ്റെ പിടിയിൽ നമുക്ക് മോചനം ലഭിക്കും. നമുക്കറിയാം, ഈ ആദ്യ സ്നേഹം ലഭിച്ച അനേകരുണ്ട്. ദൈവത്തിൻ്റെ വചനം കേട്ട് മാനസാന്തരപ്പെട്ട് പാപബോധം കിട്ട് പാപബോധത്തോട് യാത്ര പറഞ്ഞ് പിശാചിനെയും അവൻ്റെ സകല സ്നേഹത്തോട് യാത്ര പറഞ്ഞ് യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ രക്തത്താലുള്ള വീണ്ടെടുപ്പ് ലഭിച്ചിട്ട് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച് ആടിപ്പടി നടന്ന ഒരു ആദ്യ സ്നേഹത്തിൻ്റെ കാലം അനേകർ അനുഭവിച്ചിട്ടുണ്ട്. അത് പെട്ടെന്ന് നടക്കുന്നൊരു കാര്യമാണ്. എനിക്ക് തെറ്റുപറ്റിപ്പോയല്ലോ കർത്താവേ, എൻ്റെ ജീവൻ ഞാൻ പാഴാക്കി കളഞ്ഞല്ലോ എന്ന് ഒരു മനുഷ്യൻ അനുദപിക്കുമ്പോൾ ദൈവം അവൻ്റെ അനുതാപം കണ്ടിട്ട് അവൻ്റെ കഴിഞ്ഞ കാലങ്ങൾ ഒന്നും ഓർക്കാതെ ഒരു സ്വർഗീയ സ്നേഹം അവന് കൊടുക്കുന്നു. ആദ്യ സ്നേഹം ഒരു വലിയ സമാധാനം. അതെങ്ങനെയാണ്? അനേക ബന്ധനങ്ങൾ ദൈവം മാറ്റിക്കളയുന്നു. ഭാരമുള്ള നുകം അവൻ്റെ കഴുത്തിൽ നിന്ന് മാറ്റിക്കളയുന്നു. അവൻ നിവർന്നു നിൽക്കുന്നു. അവൻ ഉയരത്തിലേക്ക് നോക്കുന്നു. എന്നെ വിളിച്ചത് ആരാണ്? ഈ വലിയ ആസക്തികൾ അവൻ്റെ ഹൃദയത്തിൽ നിന്ന് മാറുന്നു. പാപം ചെയ്യാനുള്ള ആസക്തി അവൻ്റെ ഉള്ളിൽ നിന്ന് മാറുന്നു. ലോകം മായയാണെന്നുള്ള ബോധം അവന് കിട്ടുന്നു. അവൻ ജീവനുള്ള ദൈവത്തെ കാണാൻ ആഗ്രഹിക്കുന്നു. അവൻ്റെ മുഴങ്കാലുകൾ മടങ്ങുന്നു. ജീവനുള്ള വചനം വായിക്കാൻ അവന് ആഗ്രഹം വരുന്നു. ദൈവത്തെ വാഴ്ത്തിപ്പാടാനുള്ള വലിയൊരു തത്രപ്പാട് അവൻ്റെ ഹൃദയത്തിൽ വരുന്നു. അവൻ ആളും മാറുന്നു, പുതിയ സൃഷ്ടിയാകുന്നു. ഇത് അനേകർക്ക് കിട്ടുന്നുണ്ട്. പക്ഷേ അതിൽ ഉറച്ചു നിൽക്കാൻ കഴിയുന്നില്ല. ഈ ദൈവം ആരാണെന്നും ഈ ദൈവത്തിൻ്റെ സ്നേഹം എന്താണെന്നും ആ ദൈവം എന്നെ സ്നേഹിച്ചത് എങ്ങനെയാണെന്നും അതിന് പിതാവായ ദൈവം കൊടുത്ത വില എന്താണെന്നും തിരിച്ചറിയാൻ മനുഷ്യൻ കാത്തിരിക്കുന്നില്ല. നമുക്കറിയാം, പൗലോസ് അപ്പോസ്തലൻ ശൗല് ദൈവത്തിന് വിരുദ്ധമായി ജീവിച്ചവനാണെങ്കിലും അവൻ ദൈവസ്നേഹം കണ്ടെത്തി കഴിഞ്ഞപ്പോൾ 3 കൊല്ലക്കാലം അറേബ്യൻ മരുഭൂമിയിൽ പോയിരുന്ന് ഈ ദൈവസ്നേഹം തിരിച്ചറിയാൻ കാത്തിരുന്നായിട്ട് ഞാൻ വായിക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, ഇതാണ് ഇന്ന് അനേകർക്കില്ലാത്തതിൻ്റെ കാര്യം. എന്നെ വിളിച്ചത് ആരാണ്? എന്തിനാണ് വിളിച്ചത്? അതിനവൻ കൊടുത്ത വില എന്താണ്? അത് മനസ്സിലാക്കിക്കൊണ്ട് ദൈവത്തോട് നന്ദിയുള്ള ഒരു ഹൃദയം സമ്പാദിക്കാൻ അധികം പേരും കാത്തിരിക്കുന്നില്ല. ആദ്യ സ്നേഹം ലഭിച്ചത് നിലനിൽക്കുമെന്നാണ് എല്ലാവരുടെയും ചിന്താഗതി. അത് തെറ്റായ കാര്യമാണ്. ഒരു ചെറിയ മധുരം കൊടുത്തു. എന്താണ് മധുരം? ഭൂമി ജീവിക്കുന്ന കാലത്ത് സമാധാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ഒരു ജീവിതമുണ്ട്. ദൈനംദിന ജീവിതത്തിൽ കുടുംബമായി ജീവിക്കുമ്പോൾ, ഭാര്യയും മക്കളും കുട്ടികളുമായിട്ടൊക്കെ ജീവിക്കുമ്പോൾ, ഔദ്യോഗിക ജീവിതത്തിൻ്റെ ഭാരങ്ങൾ ഉള്ളപ്പോൾ തന്നെ, കഷ്ടതകളും രോഗങ്ങളും പ്രയാസങ്ങളും ഉള്ളപ്പോൾ തന്നെ അതിൻ്റെ ഇടയിൽ സമാധാനമുള്ളൊരു ജീവിതം, സന്തോഷമുള്ളൊരു ജീവിതം, ആനന്ദമുള്ളൊരു ജീവിതം, ദൈവത്തെ വാഴ്ത്തിപ്പാടുന്ന ഒരു മനോഹരമായ ജീവിതമുണ്ടെന്ന് മനുഷ്യന് മനസ്സിലാക്കി കൊടുക്കാനാണ് ആദ്യ സ്നേഹം കൊടുക്കുന്നത്. ഇന്നലെ വരെ ചെയ്തുകൊണ്ടിരുന്ന പാപങ്ങൾ ഇന്ന് പാപം ചെയ്യാൻ തോന്നുന്നില്ല. മദ്യപാനത്തിനോട് ഒരു വിരക്തി വരുന്നു. അശുദ്ധിയോട് ഒരു വെറുപ്പ് വരുന്നു. പാപം എന്ന് പറയുന്നത് ദൈവം ദുഃഖിക്കുന്നതാണെന്നും ആ ദുരാത്മാവിൻ്റെ പ്രേരണ കൊണ്ട് സംഭവിക്കുന്നതാണെന്നും ആ ബന്ധനം അഴിഞ്ഞു കിട്ടുമ്പോൾ എന്തൊരാശ്വാസമാണ്.
അതാണ് ഈ ആനന്ദമെന്ന് പറയുന്നത്. എൻ്റെ ദൈവം എന്നെ സ്നേഹിച്ചുവല്ലോ, എൻ്റെ ദൈവം എന്നെ സാത്താൻ്റെ കയ്യിൽ നിന്ന് വിടുവിച്ചുവല്ലോ, എനിക്ക് സ്വർഗരാജ്യത്തിൻ്റെ അവകാശം എൻ്റെ ദൈവം എനിക്ക് തന്നല്ലോ, നിത്യജീവൻ എന്താണെന്ന് എനിക്ക് മനസ്സിലാക്കി തന്നല്ലോ എന്ന് ഓർക്കുമ്പോൾ അവൻ്റെ ഹൃദയം നന്ദി കൊണ്ട് നിറയുകയാണ്. ഇതനേകർക്കും കിട്ടുന്നില്ല. എൻ്റെ ദൈവം എന്നെ സ്നേഹിച്ചു. എൻ്റെ പ്രിയപ്പെട്ടവരെ, എന്നാൽ ഈ സ്നേഹം നഷ്ടപ്പെട്ട് കഴിഞ്ഞാലും നമുക്ക് മടങ്ങി വരാൻ സാധിക്കും. വേദവസ്തം തന്നെ പറയുന്നുണ്ട്, ഒരുത്തൻ വീണാൽ എഴുന്നേൽക്കയില്ലേ, ഒരുത്തൻ വഴി തെറ്റിയാൽ മടങ്ങി വരികയില്ലേ. ശരിയാണ്, പാളിച്ച പറ്റി, പക്ഷെ മടങ്ങി വരാൻ നമ്മൾ ആഗ്രഹിക്കണ്ടേ? ഏതായാലും വീണു, ഇനി അവിടെ കിടക്കട്ടെ എന്ന് ചിന്തിക്കുന്ന മനോഭാവം പിശാച് തരുന്നൊരു മനോഭാവമാണ്. പ്രിയപ്പെട്ടവരെ, നമുക്ക് നോക്കാം. യെശയ്യാപ്രവചനം 48 അധ്യായത്തിന് 17-ാമത്തെ വാക്യത്തിൽ ദൈവം പറയുന്നുണ്ട്, നീ വീണെങ്കിലും നീ മടങ്ങി വരിക. ഇസ്രായേലിൻ്റെ പരിശുദ്ധനും നിന്റെ വീണ്ടെടുപ്പുകാരനുമായ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ശുഭകരമായി പ്രവർത്തിപ്പാൻ നിന്നെ അഭ്യസിപ്പിക്കുകയും നീ പോകേണ്ടുന്ന വഴിയിൽ നിന്നെ നടത്തുകയും ചെയ്യുന്ന നിന്റെ ദൈവമായ യഹോവ ഞാൻ തന്നെ. അയ്യോ, നീ എൻ്റെ കൽപ്പനകളെ കേട്ട് അനുസരിച്ചെങ്കിൽ കൊള്ളായിരുന്നു. എന്നാൽ നിന്റെ സമാധാനം നദി പോലെയും നിന്റെ നീതി സമുദ്രത്തിലെ തിര പോലെയും ആകുമായിരുന്നു. ദൈവത്തിന് സ്തോത്രം. നീ എൻ്റെ വാക്ക് കേട്ട് അനുസരിച്ചുവെങ്കിൽ ഞാൻ ഇതൊക്കെയും നിനക്ക് മടക്കി തരാം. തിരമാല പോലെയും നദി പോലെയും നിനക്ക് ഞാൻ സമാധാനം തരാം, എൻ്റെ വാക്ക് നീ കേട്ടനുസരിച്ചുവെങ്കിൽ. ഇവിടെയാണ് അനേകരെ ഇടറി വീഴുന്നത്. ജീവനുള്ള ദൈവത്തിൻ്റെ വാക്ക് കേട്ട് അനുസരിക്കുക അത് പ്രയാസമുള്ള കാര്യമെന്നാണ് അനേകർ പറയുന്നത്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ കാഴ്ചപ്പാട് എന്ന് പറയുന്നത് മനുഷ്യന് പാപം ചെയ്യരുത്. മനുഷ്യൻ പാപം ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? പിശാചിന് ഇടം കൊടുക്കുന്നതുകൊണ്ടാണ്. പിശാചിൻ്റെ ആലോചനയ്ക്ക് അവൻ ചെവി കൊടുക്കുന്നതുകൊണ്ടാണ്. ദൈവം കൊടുത്ത പ്രമാണത്തെക്കാൾ പിശാചിൻ്റെ ആലോചന നല്ലതാണെന്ന് അവൻ്റെ ഉള്ളിൽ പിശാച് കുത്തിവെക്കുന്നു. അങ്ങനെ വരുമ്പോൾ അവൻ്റെ ആലോചന പ്രകാരം ജീവിക്കാൻ ശ്രമിക്കുമ്പോൾ അവൻ പാപം ചെയ്യാൻ പ്രേരണ കിട്ടുന്നു, അവൻ പാപം ചെയ്യുകയും ചെയ്യുന്നു. മനുഷ്യ പ്രകൃതം പാപം ചെയ്യാൻ താല്പര്യമുള്ളതാണ്. എന്നാൽ ഭൂമി ജീവിക്കുന്ന ഇങ്ങനെ പാരമ്പര്യമായി പാപത്തിൻ്റെ പ്രേരണയുള്ള മനുഷ്യൻ പാപത്തിൽ നിന്ന് പൂർണ്ണമായി വിട്ടു നിന്നുകൊണ്ട് ദൈവഹിതപ്രകാരം, ദൈവത്തിൻ്റെ ആലോചന പ്രകാരം ഈ ഭൂമിയിൽ ജീവിക്കാനുള്ള സകല കൃപയും ദൈവം നമുക്ക് തരുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. നിന്റെ സമാധാനം നദി പോലെ തരാം, തിര പോലെ ഞാൻ നിനക്ക് സമാധാനം തരാം, പക്ഷെ നീ എൻ്റെ വാക്ക് കേട്ടനുസരിക്കണം. എൻ്റെ പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ വചനം അനുസരിക്കുക എന്ന് പറയുന്നത് അത് വലിയൊരു ഭാഗ്യമാണ്. ദൈവത്തോടൊരു കൂറ്, ദൈവത്തോടൊരു നന്ദി. എൻ്റെ ദൈവത്തെ ദുഃഖിപ്പിച്ച് ഞാൻ ഒരു കാര്യവും ഞാൻ ചെയ്യുകയില്ല. എൻ്റെ ദൈവം എന്നെ നോക്കി വേദനിക്കും. അവൻ ക്രൂശിൽ കിടന്ന് പിടഞ്ഞത് എന്നെ ഈ അവസ്ഥയിൽ നിന്ന് മോചിപ്പിക്കാനാണ്. എനിക്കൊരു ശാശ്വതമായ സമാധാനം ഈ ഭൂമിയിൽ വെച്ച് എന്നെ തരികയും അത് കഴിഞ്ഞ് നിത്യതയിലേക്ക് എന്നെ അവൻ ഇരിക്കുന്ന സ്ഥലത്ത് തന്നെ കൊണ്ടുപോവുകയുമാണ് അവൻ്റെ കാര്യപരിപാടി. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇങ്ങനെയുള്ള കാഴ്ചപ്പാടിൽ നിൽക്കുന്നവർക്കാണ് പാപം വിട്ടു നിൽക്കാനുള്ള താല്പര്യം വരുന്നത്. നമുക്ക് 81-ാം സങ്കീർത്തനം നോക്കിയാൽ തന്നെ നമുക്കറിയാം. അവിടെ 13 തൊട്ട് 16 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് വായിച്ചു നോക്കാം. അയ്യോ, എൻ്റെ ജനം എൻ്റെ വാക്ക് കേൾക്കുകയും ഇസ്രായേലിൻ്റെ വഴികളിൽ നടക്കുകയും ചെയ്തുവെങ്കിൽ കൊള്ളായിരുന്നു. എന്നാൽ ഞാൻ വേഗത്തിൽ അവരുടെ ശത്രുക്കളെ കീഴടക്കുമായിരുന്നു. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ദൈവം വേദനയോടെ പറയാണ്, എൻ്റെ പ്രിയപ്പെട്ട ജനം, ഞാൻ വിളിച്ചു വേർതിരിച്ച ജനം, എൻ്റെ അനുഗ്രഹം കൊടുക്കാൻ ആഗ്രഹത്തോടെ നിൽക്കുന്ന ജനം എൻ്റെ വാക്ക് കേട്ടൊന്ന് അനുസരിച്ചിരുന്നെങ്കിൽ. ഇവിടെയാണ് പ്രിയപ്പെട്ടവരെ ജനങ്ങൾ പറയുന്നത് ഇത് കഠിന വാക്ക്. കർത്താവായ യേശുക്രിസ്തു ഭൂമി വന്നപ്പോഴും അവൻ ന്യായപ്രമാണം ശരിയായ രീതിയിൽ അവർക്ക് വ്യാഖ്യാനിച്ചു കൊടുത്തപ്പോഴും ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട്, നിങ്ങൾക്കൊരു നല്ല ജീവിതമുണ്ട്, ഈ ന്യായപ്രമാണം ആക്ഷരികമായി അനുസരിക്കുന്നൊന്നുമല്ല, യാഗം ചെയ്യുന്നൊന്നുമല്ല കാര്യം. ദൈവസ്നേഹം നിങ്ങൾ പിടികിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്കിതൊന്നും ഒരു പ്രയാസമുള്ള വിഷയമല്ല. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ ഒരു മനുഷ്യന് കിട്ടിക്കഴിഞ്ഞാൽ ആ പരിശുദ്ധാത്മാവ് നമ്മളെ ദൈവവചനം അനുസരിക്കാനുള്ള വഴിയിലേക്ക് നമ്മളെ നടത്തും. നമുക്ക് പിന്നെ അത് ഭാരമുള്ള കാര്യമല്ല. കർത്താവ് തന്നെ പറഞ്ഞു, എൻ്റെ നുകം മൃദുവാണ്, എൻ്റെ ചുമട് ലഘുവാണ്. എന്തിന് നിങ്ങൾ അധ്വാനിക്കണം? എന്തിന് നിങ്ങൾ ഭാരപ്പെടണം? പ്രിയപ്പെട്ടവരെ, ദൈവം ഓരോ മനുഷ്യരോടും പറയാണ്, ഞാൻ ഭാരമുള്ള നുകം നിങ്ങൾക്ക് തരികയില്ല, എൻ്റെ ചുവട് വളരെ മൃദുവാണ്. ദൈവത്തിന് സ്തോത്രം. ഇത് വിശ്വസിക്കാൻ എത്ര പേർക്ക് സാധിക്കുന്നുണ്ട്? എൻ്റെ പ്രിയപ്പെട്ടവരെ, ദൈവത്തോടുള്ള ഒരു വിശ്വാസം, എൻ്റെ നന്മയ്ക്ക് വേണ്ടിയേ ദൈവം ചെയ്യുകയുള്ളൂ, ദൈവം എനിക്ക് ദോഷമായിട്ട് ഒന്നും ചെയ്യുകയില്ല, എന്നെ അനുഗ്രഹിക്കാനാണ് ദൈവത്തിൻ്റെ കാര്യപരിപാടി, അവൻ്റെ കൺട്രോളിലായിത്തീരാനാണ് ദൈവത്തിൻ്റെ ആഗ്രഹം, അവൻ സകല രീതിയിൽ എൻ്റെ കുടുംബത്തെ അനുഗ്രഹിക്കും. ഈ ഒരു കാഴ്ചപ്പാട് കിട്ടിയാൽ തന്നെ നമുക്ക് ഈ സമാധാനം അനുഭവിക്കാൻ സാധിക്കും. പറയുന്നു, വേഗത്തിൽ നിന്ന് ശത്രുക്കളെ കീഴടക്കുമായിരുന്നു.
നിന്റെ ബന്ധനങ്ങൾ ഞാൻ അഴിച്ചു തരുമായിരുന്നു. ഇല്ലെങ്കിൽ എന്തു പറ്റും? ആ 11, 12 കൂടെ വായിച്ചു നോക്കാം. എന്നാൽ എൻ്റെ ജനം എൻ്റെ വാക്ക് കേട്ട് അനുസരിച്ചില്ല, ഇസ്രായേൽ എന്നെ കൂട്ടാക്കിയതുമില്ല. അതുകൊണ്ട് അവർ സ്വന്തം ആലോചന പ്രകാരം നടക്കേണ്ടതിന് ഞാൻ അവരെ ഹൃദയകാഠിന്യത്തിനെ ഏൽപ്പിച്ചു കളഞ്ഞു. വളരെ സങ്കടകരമായ ഒരു അവസ്ഥയാണ്. ദൈവത്തിൻ്റെ വചനം അനുസരിക്കാനുള്ള സകല കൃപയും നമുക്ക് തരാമെന്നിരിക്കെ, ദൈവം അത് ചെയ്തു തരാമെന്ന് പറഞ്ഞിരിക്കെ, നാം അനുസരിക്കുന്നില്ലെങ്കിൽ സംഭവിക്കാൻ പോകുന്നത് ദൈവം നമ്മളെ ഹൃദയകാഠിന്യത്തിന് ഏൽപ്പിച്ചു കൊടുക്കും. ഏറ്റവും സങ്കടകരമായ കാര്യമാണ് കല്ലിച്ച ഹൃദയം, തകർച്ചയില്ലാത്ത ഹൃദയം, പാപബോധമില്ലാത്ത ഹൃദയം. അയ്യോ, ഞാൻ എൻ്റെ ദൈവത്തെ ദുഃഖിപ്പിച്ചു പോയല്ലോ എന്നുള്ള വേദന. ഒരു കോപം വന്നു. ഇന്ന് മനുഷ്യർ എന്താ പറയണേ? അത് വന്നു, അങ്ങേറ്റ് പറഞ്ഞാൽ മതി. എന്നാൽ എന്തുകൊണ്ട് കോപം വന്നു? പിശാചൻ്റെ ഉള്ളിൽ കയറിയത് കൊണ്ടാണല്ലോ കോപം വന്നത്. പിശാച് എങ്ങനെ കയറി? ഞാൻ എങ്ങനെ അവന് ഇടം കൊടുത്തു? അവൻ്റെ വചനം ഞാൻ അനുസരിച്ചുകൊണ്ടാണല്ലോ. എന്താണ്? സാരമില്ല, കോപമൊന്നും സാരമില്ല, ഏറ്റു പറഞ്ഞാൽ മതി. എൻ്റെ പ്രിയപ്പെട്ടവരെ, അതല്ല. മനുഷ്യൻ കോപിക്കാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. ശാന്തനും സൗമ്യനുമായി ദൈവം ഈ ഭൂമിയിൽ അനേകർ കോപിക്കുമ്പോൾ കോപിക്കാതെ സൗമ്യനായി ശാന്തനായി നിൽക്കാൻ ദൈവം ഒരു കൃപ നമുക്ക് തരും. അതാണ് ശാന്തത. കുഞ്ഞാടിനെ പോലെ ആയിത്തീരുക, അതാണ് പുതിയ മനുഷ്യൻ എന്ന് പറയുന്നത്. എൻ്റെ പ്രിയപ്പെട്ടവർ, ഇതൊക്കെ സാധിക്കുന്ന കാര്യമാണ്. സാധിക്കാത്ത ഒരു കാര്യവും ദൈവം പറയില്ല. മനുഷ്യൻ്റെ ഹൃദയത്തിലേക്ക് കടന്നു വന്ന് അവനെ അനുസരിപ്പിക്കുന്ന ഒരു നല്ല ദൈവമുണ്ട്. അവനെ പ്രയാസമുള്ള ചുമട് കൊടുക്കുന്നില്ല. യേശുക്രിസ്തു തന്നെ ഓരോ വചനവും നമുക്ക് അനുസരിപ്പിച്ചു തരും. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, യെരമ്യാ പ്രവചനം 12-ാം അധ്യായത്തിലെ 4-ാമത്തെ വാക്യത്തിൽ മനോഹരമായ വാക്യമുണ്ട്. കാലാളുകളോട് നീ ഓടിയിട്ട് ക്ഷീണിച്ചു പോയാൽ കുതിരകളോട് നീ എങ്ങനെ മത്സരിച്ചോടും? യെരമ്യാ പ്രവചനം 12-ാം അധ്യായത്തിന് 4-ാമത്തെ വാക്യം. കാലാളുകളോട് കൂടെ ഓടിയിട്ട് നീ ക്ഷീണിച്ചു പോയാൽ കുതിരകളോട് കൂടെ എങ്ങനെ മത്സരിച്ചോടും? വലിയ വലിയ കഷ്ടതയുടെ കാലങ്ങൾ വരുന്നു, രോഗത്തിൻ്റെ കാലം വരുന്നു, കടബാധ്യതയുടെ കാലം വരുന്നു, ദൈവത്തിന് പിന്നാലെ പോകാൻ പ്രയാസം വരുന്നു, അനേക പ്രതിബന്ധങ്ങളുള്ളൊരു കാലം വരുന്നു. പ്രിയപ്പെട്ടവർ, അന്നേരം നീ എന്ത് ചെയ്യും? ഇന്ന് നല്ല കാലമാണ്, ദൈവസ്നേഹം വ്യാപരിക്കുന്നൊരു കാലമാണ്, വചനത്തോട് താല്പര്യമുള്ളൊരു കാലമാണ്, ദൈവം നമുക്ക് അടുത്തിരിക്കുന്ന ഒരു കാലമാണ്, ദൈവകൃപ നമ്മളിലേക്ക് ചൊരിയാൻ ഇങ്ങനെ നോക്കി നിൽക്കുന്ന ഒരു കാലമാണ്. ആ കാലത്ത് നമുക്ക് ദൈവവചനം അനുസരിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ, ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയുന്നില്ലെങ്കിൽ, മരണക്കിടക്കയിൽ നീ എന്ത് ചെയ്യും? യോർദാൻ്റെ വൻകാട്ടിൽ എന്ത് ചെയ്യും? ആര് സഹായിക്കും? ആര് അനുകമ്പ കാണിക്കും? ആർക്കും പ്രവർത്തിച്ചുകൂടാ, ആർക്കും അടുക്കാൻ പറ്റുകയില്ല. മരണക്കിടക്കയിൽ ആർക്കും അടുത്തോട്ട് ചെല്ലാൻ സാധിക്കുകയില്ല. ആത്മാവിന് വേണ്ടി ആർക്കും ഒന്നും ചെയ്യാൻ പറ്റുകയില്ല. കർത്താവായ യേശുക്രിസ്തുവിന് മാത്രമേ അവിടെ വരാൻ പറ്റുകയുള്ളൂ. ഏതെങ്കിലും രീതിയിൽ നമ്മൾ അറിയാതെ ഏതെങ്കിലും പാപത്തിൻ്റെ ബന്ധനം നമ്മുടെ ഉള്ളത്തിൽ ഉണ്ടെങ്കിൽ പോലും ജീവനുള്ള ക്രിസ്തു കടന്നു വന്ന് ബന്ധനമഴിച്ച് നമ്മളെ വിടുവിക്കും. എൻ്റെ പ്രിയപ്പെട്ടവരെ, അതിനാണ് ഈ ഒരു ആയുസ്സ് ദൈവം തന്നിരിക്കുന്നത്. ഈ ഒരു ആയുസ്സ് മുഴുവൻ തന്നിരിക്കുന്നത് സാത്താൻ്റെ ബന്ധനങ്ങൾ എന്തെല്ലാം ഉണ്ട് എൻ്റെ ജീവിതത്തിൽ, പാരമ്പര്യത്തിൻ്റെ ശാപങ്ങൾ എന്തെല്ലാം ഉണ്ട് എൻ്റെ ജീവിതത്തിൽ, എൻ്റെ ദൈവം എന്നെ നോക്കി ദുഃഖിക്കുന്ന ഏതെല്ലാം കാര്യത്തിലാണ്, അത് കണ്ടുപിടിച്ച് പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിച്ചാൽ തീർച്ചയായിട്ടും അത് കാണിച്ചു തരും. അത് കണ്ടുപിടിച്ച് ദൈവസന്നിധിയിരുന്ന് ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച്, കർത്താവേ, ഈ ബന്ധനം എൻ്റെ ഹൃദയത്തിൽ ഇരുന്നാൽ ഒരു കാരണവശാലും ഞാൻ സ്വർഗരാജ്യത്തിൽ എത്തുകയില്ല, എനിക്ക് അത്യാവശ്യം ഈ ഭൂമിയിലെ കാര്യങ്ങൾ ഒന്നുമല്ല, എൻ്റെ ആത്മാവിൻ്റെ ശുദ്ധീകരണമാണ്. എത്ര പേർക്ക് അതിനു വേണ്ടി കാത്തിരിക്കാൻ പറ്റും? ഓരോ മനുഷ്യൻ ദൈവം നോക്കുകയാണ്. മനുഷ്യന് അസാധ്യമായ കാര്യം സാധിപ്പിച്ചു കൊടുക്കാൻ ദൈവം അവരോട് നിൽക്കുക. യഹോവയുടെ കണ്ണ് തങ്ങൾ ഏകാഗ്രചിത്തന്മാരായിരിക്കുന്നവർക്കുണ്ടി തന്നെത്താൻ ബലവാനെന്ന് കാണിക്കേണ്ടതിന് ഭൂമിയിലൊക്കെയും ഊടാടിക്കൊണ്ടിരിക്കുന്നു. സർവശക്തനായ ദൈവത്തിൻ്റെ ശക്തി ഞാൻ ആരിൽ കാണിക്കും? ആരെങ്ങിലേക്ക് നോക്കുന്നുണ്ട്? ആരുടെ ബന്ധനം വലുതാണെന്ന് അവർ തന്നെ തിരിച്ചറിഞ്ഞിട്ട് എൻ്റെ സഹായം ചോദിക്കുന്നുണ്ടെന്നുള്ളതാണ് ദൈവം ചോദിക്കുന്നത്. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ആയുസ് പാഴാക്കി കളയല്ലേ. വീണ്ടും നമുക്ക് വായിച്ചു നോക്കാം. കർത്താവ് സങ്കടത്തോടെ പറയുന്നു, യെരമ്യാ പ്രവചനം 8:20, കൊയ്ത്ത് കഴിഞ്ഞു, ഫലശേഖരവും കഴിഞ്ഞു, ഞാനോ രക്ഷിക്കപ്പെട്ടില്ല. അത് നമുക്ക് ആർക്കും വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അവിടെ വീണ്ടും പറയുന്നു, ഗിലെയാദിൽ വൈദ്യനില്ലേ, അവിടെ സുഗന്ധ തൈലമില്ലേ, എന്നിട്ടും എൻ്റെ ജനത്തിൻ്റെ പുത്രിക്ക് രോഗശമനം വരാത്തത് എന്ത്? സ്വർഗം ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. അവിടെ ഗിലെയാദിലെ വൈദ്യനുണ്ട്, അവിടെ തൈലമുണ്ട്, പക്ഷെ ജനത്തിന് സൗഖ്യം കിട്ടുന്നില്ല.
എൻ്റെ പ്രിയപ്പെട്ടവരെ, ജീവനുള്ള ക്രിസ്തുവിൻ്റെ വേദന എവിടെയാണ്? സ്വർഗത്തിലെ ദൈവം തൻ്റെ ഏറ്റവും വിലപിടിപ്പുള്ള തൻ്റെ പുത്രനെ ക്രൂശിലേക്ക് അയച്ചത് എന്തിനാണ്? തൻ്റെ മകനെ പാപം ചുമക്കാൻ വിട്ടുകൊടുത്തത് എന്തിനാണ്? എൻ്റെ ദൈവത്തിന് സ്തോത്രം. അവനെ തകർത്ത് കളയാൻ യഹോവയ്ക്ക് പ്രസാദം തോന്നിയെന്ന് പറയുന്നതിൻ്റെ കാരണം എന്താണ്? അത്രമാത്രം വിലപിടിപ്പുള്ളതാണ് ഒരു മനുഷ്യൻ്റെ ആയുസ്. മനുഷ്യൻ്റെ ആത്മാവിന് വേണ്ടി അവൻ ഒന്നും ചെയ്യാൻ സാധ്യമല്ല, വേറെ ആർക്കും ഒന്നും ചെയ്യാൻ സാധ്യമല്ല. എന്നാൽ ജീവനുള്ള ദൈവം മനുഷ്യന് വേണ്ടി ചെയ്തത് ഏറ്റവും വിലപ്പെട്ടതാണ്. അതുകൊണ്ടാണ് പറയുന്നത്, ഇത്ര വലിയ രക്ഷ നാം ഗണ്യമാക്കാതെ പോയാൽ എങ്ങനെ ശിക്ഷാവധിയിൽ നിന്ന് ഒഴിഞ്ഞു മാറിപ്പോകും? ദൈവം ചെയ്യാനുള്ളതെല്ലാം ചെയ്തു, പിതാവ് ചെയ്യാനുള്ളതെല്ലാം ചെയ്തു, പുത്രൻ തമ്പുരാൻ ചെയ്യാനുള്ളതെല്ലാം ചെയ്തു. അവൻ ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് നിങ്ങളെ സ്നേഹിക്കുന്ന ഒരു ജീവനുള്ള ദൈവമുണ്ടെന്ന് കാണിച്ചു തന്നു. എൻ്റെ രക്തം നിങ്ങൾക്ക് വേണ്ടി ഞാൻ ചൊരിയുകയാണ്, നിങ്ങളെ ഞാൻ വീണ്ടെടുക്കുകയാണ്, എൻ്റെ രക്തം കൊണ്ട് ഞാൻ നിങ്ങളെ കഴുകുകയാണ്, നിങ്ങളുടെ ബന്ധനം ഞാൻ അഴിച്ചു തരും, ഞാൻ നിങ്ങളുടെ കരം പിടിച്ചുകൊണ്ട് ഈ ഭൂമിയിൽ ഞാൻ ജീവിക്കും എന്നെല്ലാം പറഞ്ഞിട്ടും ആർക്കും വചനം കേൾക്കാൻ താല്പര്യമല്ല. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ വ്യക്തമായിട്ട് മനസ്സിലാക്കണം. ദൈവം ചോദിക്കുന്നു, യേശു ക്രിസ്തുവിൻ്റെ രക്തമുണ്ടായിട്ടും എന്തുകൊണ്ട് പാപം മാറിക്കിട്ടുന്നില്ല? പരിശുദ്ധാത്മാവ് വ്യാപരിച്ചിട്ടും എന്തുകൊണ്ട് നിങ്ങൾക്ക് ഒരു പുതിയ ജീവിതം കിട്ടുന്നില്ല? ദൈവത്തിന് സ്തോത്രം. നമുക്ക് വായിച്ചു നോക്കാം സങ്കീർത്തനം 40:16. നിന്നെ അന്വേഷിക്കുന്ന എല്ലാവരും നിന്നിൽ ആനന്ദിച്ച് സന്തോഷിക്കട്ടെ. നിന്നെ അന്വേഷിക്കുന്നവർക്കാണ് സന്തോഷം കിട്ടുന്നത്. ആനന്ദം മാഞ്ഞുപോയെന്ന് പറഞ്ഞല്ലോ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ആർക്കാണ് ഈ ആനന്ദം മടക്കി കിട്ടുന്നത്? ദൈവത്തെ അന്വേഷിക്കുന്നവർക്ക്. എൻ്റെ ദൈവമേ നീ എവിടെയാണ്? എൻ്റെ ദൈവമേ നീ എൻ്റെ അടുത്തേക്ക് ഇറങ്ങി വരണമേ, എൻ്റെ ബന്ധനം അഴിച്ചു തരണമേ, എൻ്റെ ഹൃദയത്തിൽ ഞാൻ നിനക്ക് വേണ്ടി വാസസ്ഥലം ഞാൻ ഒരുക്കുകയാണെന്ന് പറഞ്ഞ് വിളിക്കുന്നവരെ. 69 സങ്കീർത്തനം 32 വാക്യം. ദൈവത്തെ അന്വേഷിക്കുന്നവരെ, നിങ്ങളുടെ ഹൃദയം ജീവിക്കട്ടെ. സ്തോത്രം. നിങ്ങളുടെ ഹൃദയത്തിൽ നിത്യജീവൻ വരുന്നത് എപ്പോഴാണ്? നിങ്ങൾ ദൈവത്തെ അന്വേഷിക്കുമ്പോഴാണ്. എൻ്റെ ദൈവം, എനിക്ക് വേണ്ടി ജീവൻ തന്ന എൻ്റെ ദൈവം, പ്രാണൻ തന്ന എന്നെ വീണ്ടെടുത്ത ദൈവം, ആ ദൈവം എവിടെയാണ്? എൻ്റെ ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, 105 സങ്കീർത്തനത്തിൻ്റെ 3 വാക്യം. അവൻ്റെ വിശുദ്ധ നാമത്തിൽ പ്രശംസിപ്പീൻ, യഹോവയെ അന്വേഷിക്കുന്നവരുടെ ഹൃദയം സന്തോഷിക്കട്ടെ. ദൈവത്തിന് സ്തോത്രം. ആർക്കാണ് സന്തോഷം കിട്ടുന്നത്? യഹോവയെ അന്വേഷിക്കുന്നവർക്ക്. ദൈവത്തിന് സ്തോത്രം. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങളൊന്ന് മനസ്സിലാക്കണം. ഈ ഭൂമിയിൽ ഒരു ജീവിതമുണ്ട്, നിസ്സാരമായ ജീവിതം. എനിക്കറിയാം, 22 വയസ്സിൽ ജീവനുള്ള ദൈവം എന്നെ വിളിച്ചു. ആ വിളി ഒരു വലിയൊരു വിളിയായിരുന്നു. എനിക്ക് വേണേൽ തട്ടിത്തെറിപ്പിച്ച് കളയാമായിരുന്നു. എൻ്റെ കൂടെ മാനസാന്തരപ്പെട്ട അനേകർ, 10-60 പേര് ഇതെല്ലാം വലിച്ചെറിഞ്ഞിട്ട് അവരവരുടെ വഴിക്ക് പോയി. എന്നാൽ എനിക്കങ്ങനെ തോന്നിയില്ല. അതാണ് ദൈവകൃപ എന്ന് പറയുന്നത്. സ്തോത്രം. എനിക്ക് ഈ ദൈവത്തെ വിട്ടിട്ട് പോകാൻ മനസ്സ് വന്നില്ല. ഇത് സത്യമാണെന്ന് എനിക്കറിയാം. ഒരു മരണക്കിടക്ക് വരുമെന്നറിയാം. എന്നും യൗവനകാലം കാണില്ലെന്നറിയാം. അതുകൊണ്ട് എനിക്ക് അസാധ്യമാണെങ്കിലും ഞാൻ ദൈവത്തിന് കീഴ്പ്പെട്ടു. കർത്താവേ, എനിക്ക് വലിയ പ്രശ്നമുള്ള മനുഷ്യനാണ്, എനിക്ക് അനേക ബന്ധനങ്ങളുള്ള മനുഷ്യനാണ്, അനേക പാപം ഞാൻ ചെയ്തു പോയ മനുഷ്യനാണ്. എനിക്കതിൽ രക്ഷപ്പെടാൻ എൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എനിക്ക് മനസ്സിലാകുന്നില്ല. എൻ്റെ ബുദ്ധിക്ക് ചേരുന്ന കാര്യമല്ല പറയുന്നത്. പാപം വിട്ട് നിൻ്റെ പിന്നാലെ വന്നാൽ നീ അനുഗ്രഹിക്കും, സ്വർഗാജ്യം കിട്ടുന്നൊക്കെ എനിക്കറിയാം. എങ്ങനെ ഞാനിത് വിടും? എന്നെക്കൊണ്ട് അസാധ്യമാണ്. എൻ്റെ ദൈവനെ ആശ്വസിപ്പിച്ച്, മകനെ, ഞാൻ നിനക്ക് വേണ്ടി പെടഞ്ഞു മരിച്ചത് നിൻ്റെ ഈ ബന്ധനം അഴിക്കാനാണ്. നിനക്ക് അസാധ്യമായ കാര്യം ഞാൻ സാധിപ്പിച്ചു തരാനാണ്. നീ ഒരു കാര്യം ചെയ്യേ, നിൻ്റെ ഹൃദയം നീ തുറന്ന് നീ എന്നെ സ്വീകരിക്കേ, ഞാൻ അവിടെ വരും. എനിക്ക് ഭയങ്കര അത്ഭുതമായി പോയി. എൻ്റെ ഹൃദയത്തിൽ ജീവനുള്ള അതിപരിശുദ്ധനായ ക്രിസ്തു വസിക്കുകയോ? എനിക്കത് അംഗീകരിക്കാൻ വലിയ ബുദ്ധിമുട്ടായിരുന്നു. എങ്കിലും നീ വിശ്വസിക്കേ. പ്രിയപ്പെട്ടവരെ, അന്നൊരു ചെറിയ അനുഭവം കിട്ടിയെങ്കിലും നാളുകൾ കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ഈ ദൈവം എന്നെ എത്രമാത്രം സ്നേഹിക്കുന്നുവെന്ന്. ഈ ദൈവത്തിന് വേണ്ടി ഞാൻ കൊതിച്ചു, ഈ ദൈവത്തിന് വേണ്ടി ഞാൻ ദാഹിച്ചു, ഈ ദൈവത്തെ കാണാൻ ഞാൻ ആഗ്രഹിച്ചു. എൻ്റെ പ്രിയപ്പെട്ടവരെ, അവൻ ഹൃദയം നിറച്ച് സമാധാനം കൊണ്ട് എന്നെ നിറച്ചു. ദൈവ സാന്നിധ്യം എന്താണെന്ന് എനിക്ക് മനസ്സിലായി. ഈ ദൈവത്തെ കടന്നു പോകാൻ എനിക്ക് സാധ്യമല്ല. എൻ്റെ ജീവിതത്തിൽ എന്തെല്ലാം വന്നാലും ശരി, ഈ ദൈവം നല്ല ദൈവമാണെന്ന് എനിക്കറിയാം. ഈ ദൈവത്തെ വിളിച്ചപേക്ഷിക്കാൻ കൊള്ളാവുന്നതിനാണെന്ന് എനിക്കറിയാം. അന്ത്യകാലം വരെ ഈ ദൈവത്താലുള്ള ശുദ്ധീകരണം പ്രാപിച്ചുകൊണ്ട് നിത്യ സൗഭാഗ്യത്തിലേക്ക് എന്നെ അവൻ കൂട്ടിച്ചേർക്കുമെന്ന് എനിക്കറിയാം. വലിയ ഉത്തരവാദിത്തം എൻ്റെ ദൈവം എനിക്ക് തന്നിട്ടുണ്ട്. അതിനുവേണ്ടി ഞാൻ എൻ്റെ കാലം ഞാൻ ചെലവഴിക്കാൻ ആഗ്രഹിക്കുകയും കൊതിക്കുകയും ചെയ്യുകയാണ്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്കിത് സാധിക്കും. ദൈവനാമം മാത്രം മഹത്വപ്പെടാൻ ഇടവട്ടെ. ദൈവത്തിന് സ്തോത്രം.